ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഇക്കുറി പിള്ളേർ രണ്ടും കൽപ്പിച്ചാണ് പണി തുടങ്ങിയിട്ടുണ്ട് മക്കളെ എന്ന് തന്നെ പറയാം. ഏകദേശം 20 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഫാൻ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. സാധാരണഗതിയിൽ മമ്മൂട്ടി സിനിമകൾക്ക് അങ്ങനെ ഫാൻ ഷോസ് ഒന്നും കാണാറില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സാധാരണ ഷോ തുടങ്ങുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ കിട്ടിയ വിവരങ്ങളനുസരിച്ച് 8:30 ഫാൻ ഷോസ് ഉണ്ടാകും എന്നുള്ള ലെവലിൽ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി നമുക്ക് കാണാൻ കഴിയുന്നു. അതേപോലെ തന്നെ കോട്ടയം ഏരിയ, ഇവിടെ 2 സ്ഥലങ്ങളിലാണ് നമുക്കിപ്പോൾ ഫാൻ ഷോയുടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. കോട്ടയം അഭിലാഷിലാണ് സിനിമയുടെ ഒരു ഫാൻ ഷോ നടക്കുന്നതെങ്കിൽ മറ്റൊന്ന് ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിലാണ്. എന്തായാലും കാത്തിരിക്കാം. ആ രീതിയിലാണ് വരുന്നത്. ബുക്കിംഗ് ഒക്കെ തുടങ്ങുന്നു, എത്രയും പെട്ടെന്ന് തുടങ്ങുന്നു എന്നാണ്. 23/5/2024 സിനിമ തുടങ്ങുന്നത്. കൃത്യം പറഞ്ഞാൽ 20ാം ദിവസം സിനിമ ഇറങ്ങുകയാണ്. എന്തായാലും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണികളെല്ലാം, ഫാൻസ് എല്ലാം, അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു ചോദ്യവും ഒരു കാര്യം മാത്രമുള്ളൂ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ സിനിമ തരണം എന്നുള്ള ഒരാവശ്യം തന്നെയാണ്. സാധാരണ തരുമോ എന്നുള്ള ചോദ്യമല്ല, തരണം എന്നുള്ള ചോദ്യം പറച്ചിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഇവിടെ കാത്തിരിപ്പ് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മമ്മൂട്ടി സിനിമകൾ എടുത്തു നോക്കിയാൽ 99% വിജയിച്ച സിനിമകൾ തന്നെയാണ് മമ്മൂട്ടി. മലയാളത്തിലെ യൂത്ത് വിങ്ങിലെടുത്തു കഴിഞ്ഞാലും അതല്ല സീനിയർ വിങ്ങിലെടുത്തു കഴിഞ്ഞാലും ഇത്രത്തോളം വിജയം ഉള്ള അല്ലെങ്കിൽ വിജയ പെർസെൻറ്റേജ് ഉള്ള ഒരു നടൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 15ഓളം സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആകെ ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ ഇതായി പരാജയപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാം. അതായത് പ്രീസ്റ്റ് തൊട്ട് ഇങ്ങോട്ട് കൊറോണ കാലത്തിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ വിശ്വാസമാണ്. വേറെ ഒന്നുമല്ല, മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ മികച്ച സിനിമ തന്നെയായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ്. ഒരിക്കൽ കണ്ട സിനിമയെ നമുക്ക് രണ്ടാം അല്ലെങ്കിൽ അതേ ക്യാരക്ടറിനെയോ അതേ രൂപമോ പോലും നമുക്ക് കാണാനില്ല എന്നുള്ളതാണ്. എന്താണ് ടർബോ ജോസിൻ്റെ പള്ളിപ്പെരുന്നാൾ അടിയെ കാണാൻ വേണ്ടിയിട്ട് ഓരോ തിയേറ്ററിലും ആളുകൾ ക്യൂ നിൽക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണേലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ടിക്കറ്റും കാര്യങ്ങളും, ഫാൻ ഷോസ് താല്പര്യമുള്ളവരാണെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളുമൊക്കെ എടുക്കാം. അതാത് മേഖലയിൽ അതിൻ്റെ ടിക്കറ്റിംഗ് കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരുന്നു. എന്തായാലും പ്രതീക്ഷിക്കുകയാണ് വമ്പൻ സിനിമയായി തന്നെ വരും എന്നുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.